ഇനി ഇന്ത്യയുടെ അടുത്ത അംഗം അത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ജനുവരി 11 രാത്രി 7 മണിക്കാണ് ആദ്യ T20. രോഹിത് ശർമ്മ, കോഹ്ലി, സഞ്ജു സാംസൺ തുടങ്ങി ഇന്ത്യയുടെ എല്ലാ താരങ്ങളും ടീമിലുണ്ട്. വലിയ ആവേശത്തോടു കൂടിയാണ് ഇന്ത്യൻ ആരാധകർ T20ക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് രോഹിത്തും കോഹ്ലിയും T20യിലേക്ക് തിരിച്ചു വരുന്നത്. സഞ്ജു ഉള്ളതുകൊണ്ട് മലയാളി ആരാധകരും ത്രില്ലിലാണ്. അപ്പോൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആദ്യ T20യെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അഫ്ഗാനിസ്ഥാൻ സീരീസിൽ രോഹിത് ശർമ്മയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ. വിക്കറ്റ് കീപ്പറായിട്ട് ആദ്യ T20യിൽ സഞ്ജു ആയിരിക്കും പ്ലേയിങ് 11ൽ ഉണ്ടായിരിക്കുന്നത്. സഞ്ജു 4-ാം നമ്പറിലാണ് കളിക്കാൻ പോകുന്നത്. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും ഉണ്ടായിരിക്കും. കോഹ്ലി പതിവ് പോലെ തന്നെ വൺ ഡൗണിലായിരിക്കും കളിക്കാൻ പോകുന്നത്. 4-ാം നമ്പറിൽ സഞ്ജു സാംസണും 5-ാം നമ്പറിൽ തിലക് വർമ്മയും ബാറ്റ് ചെയ്യും. ഫിനിഷറായിട്ട് റിങ്കു സിംഗും ടീമിലുണ്ട്. സഞ്ജുവിനെ കുറെ കാലത്തിന് ശേഷമാണ് T20യിൽ അവസരം കിട്ടുന്നത്. അവസാന മാച്ചിൽ സെഞ്ചുറി അടിച്ചതുകൊണ്ടാണ് സഞ്ജുവിന് വീണ്ടും അവസരം കിട്ടിയത്. ഈ ഒരു അഫ്ഗാൻ സീരീസിൽ സഞ്ജു അടിച്ചു കളിച്ചാൽ വരാൻ പോകുന്ന T20 വേൾഡ് കപ്പിലും സഞ്ജുവിന് അവസരം കിട്ടും. ജൂണിലാണ് T20 വേൾഡ് കപ്പ്. രോഹിത് ശർമ്മയും കോഹ്ലിയും തിരിച്ചെത്തിയതിൽ ആരാധകർ സന്തോഷത്തിലാണ്. അഫ്ഗാനിസ്ഥാൻ മികച്ചൊരു ടീമാണ്. പണ്ടത്തെ അഫ്ഗാൻ ടീമാണെങ്കിൽ ഇന്ത്യക്ക് പേടിക്കാനില്ല. എന്നാൽ ഇപ്പോഴത്തെ അഫ്ഗാൻ ടീമിനെ പേടിച്ചേ മതിയാവൂ. അത്രയ്ക്കും ടാലന്റുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്. റാഷിദ് ഖാൻ, മുഹമ്മദ് നബി തുടങ്ങി എല്ലാ താരങ്ങളും ടീമിലുണ്ട്. പക്ഷേ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ ഇതുവരെ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യൻ ടീമിനെ തോൽപ്പിച്ചിട്ടില്ല. എല്ലാ മാച്ചും ഇന്ത്യ തന്നെ ജയിച്ചിട്ടുണ്ട്. അതാണ് ഇന്ത്യയുടെ കോൺഫിഡൻസ്. അപ്പോൾ ആദ്യ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, ജയ്സ്വാൾ, വിരാട് കോഹ്ലി, സഞ്ജു സാംസൺ, തിലക് വർമ്മ, റിങ്കു സിംഗ്, വാഷിംഗ്ടൺ സുന്ദർ, അക്സർ പട്ടേൽ, ആവേശ് ഖാൻ, അർഷദീപ് സിംഗ്, കുൽദീപ് യാദവ്. ഇതാണ് ആദ്യത്തെ T20ക്കുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11. കളി നമുക്ക് TV-യിൽ സ്പോർട്സ് 18 എന്ന ചാനലിലാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഫോണിൽ ജിയോ സിനിമയിൽ ഫ്രീ ആയിട്ട് കളി കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.